ഞാനല്ല സാറേ, എന്നെ കൊണ്ട് പറ്റത്തില്ല സാറേ. അത് എൻ്റെ ഈ കൈ കൊണ്ടാ സാറേ ഞാൻ ആ കുഞ്ഞിന് ചോറ് വാരി കൊടുത്തത്. എൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ സാറേ ഞാൻ നോക്കിയത്. എന്നെ കൊണ്ട് പറ്റത്തില്ല ആ കൊച്ചിനെ കൊല്ലാൻ. ഞാനല്ല ചോറ് വാരി കൊടുത്തേ സാറേ ആ കൊച്ചിന്. സത്യമായിട്ട് ചോറ് വാരി കൊടുത്തേ. അബദ്ധം പറ്റിയതാ സാറേ. എന്നെ വെറുതെ പ്ലീസ് എന്നെ വെറുതെ വിട്. ഞാനല്ല ഞാനല്ല സാറേ ചെയ്തത്. അപ്പൊ നീ അല്ലേടാ അത് ചെയ്തേ? അല്ല, ഞാനല്ല. നീയല്ല. വേണ്ട, ആ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. 51ഓളം മുറിവുകളുണ്ടാ നീ ആ കൊച്ചിന്റെ ദേഹത്ത് ഉണ്ടാക്കി വെച്ചത്. എന്നിട്ട് നീ ഒന്നും അറിഞ്ഞില്ല ഇല്ലടാ? 51 മുറിവ് ഞാൻ തന്നെ സാറേ ചെയ്തത്. പിന്നല്ലാതെ കണ്ടവന്റെ വിഴുപ്പാവുന്ന നടക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക്. പല തവണ ഞാൻ കൊല്ലാൻ നോക്കിയതാ. അവസരം കിട്ടിയപ്പോൾ ഞാൻ തന്നെ കൊന്നത്. നിങ്ങൾക്ക് കൂടിപ്പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ജീവപര്യന്തം. അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യ് സാറേ. അമ്മോ നോക്കാം. ഇതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിലേ സാർ, ഇനി അവന്റെ പ്രൊസീജിയർ അങ്ങനെ? എന്ത് പ്രൊസീജിയർ? നാളെ കോടതി കൊണ്ടുപോകും, അവിടെ നിന്ന് ജയിലിൽ. അവിടെ പോയി തിന്നും കുടിച്ചും അങ്ങനെ കിടക്കും. കുറേ എണ്ണം ഉണ്ടല്ലോ, കൈ ഉള്ളതും കൈയില്ലാത്തതൊക്കെ. അവരെ കൂടെ ഇവനും ആവും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? 1.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ഏതോ പ്രേത സിനിമയിൽ കാണും പോലെ വാടകയ്ക്കെടുത്തൊരു ചെകുത്താൻ വിലാസം വീട്ടിൽ ആ കുഞ്ഞ് ഓരോ ദിവസവും അനുഭവിച്ച യാതനകൾ, വേദനകൾ വെറുതെയെങ്കിലും ഓർക്കാനാവും. ഓർമ്മയുറക്കാത്ത പ്രായത്തിൽ എത്രയധികമാണ് വേദന. പഞ്ഞിക്കെട്ട് പോലെ ഇച്ചിരി പോകുന്ന ഒരു പൊടിക്കുഞ്ഞിന്റെ ശരീരത്തിൽ എണ്ണിപ്പറഞ്ഞാൽ 51 മുറിവുകളാണ്. കുഞ്ഞു കാലടിയിൽ ഓരോ വിരൽ താഴെയും സിഗരറ്റ് കുറ്റിയിൽ കുത്തിപ്പൊള്ളിച്ച വ്രണങ്ങളാണ്. കയ്യിൽ കിട്ടിയ കമ്പും കോലും കൊണ്ട് അടിച്ച് തൊലിപൊളിഞ്ഞ മുറിവുകൾ. ആഴവേദനയുടെ ചോരകല്ലിക്കലാണ്. മൂർച്ചയുള്ള എന്തോ കൊണ്ട് കുത്തിക്കീറിയ മട്ടിൽ ജനനേന്ദ്രിയത്തിൽ ആഴത്തിലാണ് മുറിവ്. ഒടിച്ചു കളഞ്ഞ 2 കുഞ്ഞിക്കൈകൾ, തലയിൽ നീർക്കെട്ട്, ചതവ്, മുറിവ്. കൊല്ലാക്കൊല ചെയ്ത് കൊന്നതാണ്. അഷ്കറയ ഡാൻസർ പെൺകുട്ടിക്കും നിനക്കുമിടയിൽ, നിങ്ങളുടെ ശപിക്കപ്പെട്ട ബന്ധത്തിനിടയിൽ ഈ കുഞ്ഞൊരു ശല്യമാണെങ്കിൽ അമ്മത്തൊട്ടിൽ പോകാൻ സമയമില്ലെങ്കിൽ ദൂരെ ഏതെങ്കിലും റോഡ് സൈഡിൽ കൊണ്ടുപോകാമായിരുന്നില്ല. എരുതി വേദനയിൽ ദേഹം മൊത്തം തറഞ്ഞ മുറിവിൽ ചോര വാർന്നെങ്കിലും നീ രക്ഷപ്പെട്ടു പോയതാണ്. ഇതൊരു കരുണയില്ലാത്ത ലോകം. ആ സ്വർഗത്തിൽ നിന്നെ കോരിയെടുത്ത് ഓമനി ചുമ്മ വെക്കാനുണ്ടാവട്ടെ കുഞ്ഞെ വർണ്ണച്ചെറുള്ള മാലാകമാർ.